നടരാജ പരശുറാം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. നടരാജ, ഇതിപ്പോൾ പൂങ്കുന്നത്തെ ഒരു അപ്പാർട്ട്മെന്റിലെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്, നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിരവധി ക്രമക്കേടുകൾ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. മീഡിയ വൺ പുറത്തുവിട്ടിട്ടുള്ള ഈ വിവരങ്ങൾ, തെളിവുകൾ, രേഖകൾ അത് എത്ര വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് തൃശ്ശൂരിൽ? എങ്ങനെയാണ് പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നത്? BJP ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു? ആ മീഡിയ വൺ തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെ ശക്തമായ പ്രതികരണം പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് അന്തരീക്ഷത്തിൽ ഏറെ കാലങ്ങളായി നിലനിന്നിരുന്ന കാര്യമാണെങ്കിലും ഇതിൻ്റെ ഒരു തെളിവ് പുറത്തു വന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും തൃശ്ശൂരിൽ പൂങ്കുന്നത്തും മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് BJP വ്യാപകമായി വോട്ടുകൾ ചേർക്കുകയുണ്ടായി. ഇവയിൽ പലതും ക്രമം തെറ്റിച്ചുള്ള വോട്ടുകളാണെന്ന് പലപ്പോഴും അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത് തെളിയിക്കുന്ന വാക്കുകളോ രേഖകളോ പുറത്തു വന്നിരുന്നില്ല. അതാണ് ഇന്ന് മീഡിയ വൺ പുറത്തുവിട്ടത്. നമ്മൾ പുറത്തുവിട്ടത് ഒരർത്ഥത്തിൽ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയധികം വ്യാപകമായി ഇത്തരത്തിൽ ക്രമം തെറ്റിച്ചുകൊണ്ടുള്ള വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ആ വീട്ടമ്മ പറയുന്നവരെ അവരുടെ വിലാസത്തിൽ അവരറിയാതെ ഏതാണ്ട് 10ഓളം വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നവർ പറയുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുണ്ടെന്നും കോൺഗ്രസും CPIയും ഒക്കെ തന്നെ ആരോപിക്കുന്നു. ഈ ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ്. അന്ന് ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരൊക്കെ തന്നെ വോട്ട് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമം തെറ്റിച്ചുകൊണ്ട് ആളുകളെ ചേർക്കുകയാണെങ്കിൽ ജനവിധി അട്ടിമറിക്കാൻ കഴിയും, അതായത് മാനിപ്പുലേറ്റഡ് വിക്ടറി സാധ്യമാകുമെന്നാണ് VS സുനിൽകുമാർ ആരോപിച്ചത്. ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കനക്കുകയാണ്. രാവിലെ മാധ്യമങ്ങളെ കണ്ട K മുരളീധരനും ഇത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുകയും തൃശ്ശൂരിലേത് തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു. VS സുനിൽകുമാറും ഒരു പടി കടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. എന്തായാലും BJP നേരത്തെ പറഞ്ഞ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതായത് തോറ്റവരുടെ രോദനമാണ് കാണുന്നതെന്നും സുരേഷ് ഗോപിയുടെ ജയം അംഗീകരിക്കാൻ ഇവർക്കാർക്കും മനസ്സില്ല എന്നും പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും തൃശ്ശൂരിൽ വ്യാപകമായ ചർച്ച മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത് തന്നെ ചർച്ചയാവും. കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം എന്തായിരുന്നു? വളരെ വളരെ ശക്തമായ ഭാഷയിലാണ് VD സതീശൻ പ്രതികരിച്ചതെന്ന് പറയാം. തൃശ്ശൂരിൽ വ്യാപകമായ വോട്ട് ചേർക്കൽ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. ആസൂത്രിതമായി വോട്ട് ചേർത്തു. ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കോൺഗ്രസ് പരിശോധനയുടെ ഭാഗമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഇക്കാര്യത്തിൽ ജാഗരൂകരായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഇത്തരത്തിൽ വോട്ട് ചേർക്കലും വ്യാജ വോട്ട് ചേർക്കലും സജീവമായി നടക്കുന്നുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറയുന്നു. അന്ന് വോട്ടർ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ഏതാണ്ട് ഒരാഴ്ച വോട്ടർ പട്ടിക ഗൗരവത്തോടെ പരിശോധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പരിശോധനാ വാരം തന്നെ ഇതിനായി UDF പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തകർ ജാഗരൂകമായിരിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വഴി ഭാവിയിലും ഇത്തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകാമെന്നും അതിനെതിരെ ഭദ്രശ്രദ്ധരായിരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നടരാജ്, ഇവിടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വ്യക്തമായ സ്ഥിതിക്ക്, അതിന്റെ കൃത്യമായ തെളിവുകളും രേഖകളും അടക്കം ലഭ്യമായ സ്ഥിതിക്ക് ഇതിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് UDFും LDFും ഒക്കെ? രാവിലെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നമ്മളോട് പറഞ്ഞത് ഇതിൽ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പരിശോധിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത് നിന്നും വോട്ട് മുറിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ചേർക്കുന്നതും പിന്നീട് അവിടെ നിന്നും വോട്ട് തിരിച്ച് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോകുന്നതൊക്കെ തന്നെ സാധാരണഗതിയിൽ സാധാരണമാണെന്ന് തോന്നണമെങ്കിലും തൃശ്ശൂരിൽ വ്യാപകമായി പല സ്ഥലത്തും ഇത്തരത്തിൽ ചെയ്തിട്ട് ഉണ്ട് എന്ന് വ്യക്തമാവുന്നതോടെ ഇതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യമാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് CPI ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കോൺഗ്രസും ഇക്കാര്യത്തിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇതിൻ്റെ ഭാവി സാധ്യതകളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിയമപരമായി ഇത് എത്രത്തോളം പോകാൻ കഴിയുമെന്നുള്ള സംശയം ഇവർക്കൊക്കെ തന്നെയുണ്ട്. അതേസമയം സുപ്രീം കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം VS സുനിൽകുമാർ ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുകയായി. ഇത്തരത്തിൽ പല ആവശ്യങ്ങൾ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് നിർദ്ദേശിക്കുക. സത്യവാങ്മൂലത്തിൽ ഏതെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ തന്നെ അത് സമർപ്പിക്കുന്ന വ്യക്തി നിയമ നടപടി നേരിടേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെ വരും. അതുകൊണ്ട് തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പലപ്പോഴും പലരും തയ്യാറാവുന്ന സാഹചര്യമില്ല. എന്തായാലും
ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ചർച്ച പല ഭാഗങ്ങളിലും ശക്തമാണ്. യെസ്, അത് തന്നെയാണ്. ഇനി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, നിയമപരമായി മുന്നോട്ട് നീങ്ങുക, അത് എത്രത്തോളം സാധ്യമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളടക്കം തൃശ്ശൂരിൽ വളരെ സജീവമാണ്. മീഡിയ വൺ ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ് ഇപ്പോൾ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനം തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷമടക്കം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളാണ് നടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന് നൽകിയത്.